വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ്, അതായത് നിൻസിയാറ്റിൻ്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കത് കണ്ടാൽ പഠിക്കാൻ തോന്നില്ല, കാരണം കുറേ മിക്സ് ആയിട്ടാണ് അതിൽ തന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. ഐ ക്യാൻ ഗ്യാരണ്ടി. കാരണം അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറയുന്നത്. ആ ടെക്സ്റ്റിലുള്ളത് നമ്മൾ പോയിന്റ് വൈസ് ആക്കി പറയുകയാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് കാരണം കംപ്ലീറ്റ്ലി ക്രൗഡഡ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ തോന്നും, അയ്യോ ഇതെങ്ങനെയാണ് പഠിച്ചു തീർക്കുക. ബട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് നമുക്ക് വളരെ സിമ്പിളായിരിക്കും. സിമ്പിളാണെന്ന് മാത്രമല്ല, നമുക്കത് വളരെ അത്യാവശ്യമുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. സോ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്തായിരുന്നു? കാർബൺ ആൻഡ് ഇറ്റ് കോമ്പൗണ്ട്സ്. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതിൽ പറയേണ്ട കാർബണിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഉണ്ട്, ഹൈഡ്രോ കാർബൺ. ഒരു ബ്രാഞ്ചാണ് ഹൈഡ്രോ കാർബൺ. വാട്ട് ഈസ് ദിസ് ഹൈഡ്രോ കാർബൺ? ആ വേർഡിൽ തന്നെ ക്ലിയർ ആണ്. വാട്ട് ഈസ് ദിസ് ഹൈഡ്രോ കാർബൺ എന്താണെന്നുള്ളത്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ വേർഡിൽ തന്നെ ഉണ്ട് ഹൈഡ്രോ കാർബൺ. ദാറ്റ് ഈസ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് carbon and hydrogen are called as hydrocarbons. The compounds which contain carbon and hydrogen are called as hydrocarbons. Clear ആയല്ലോ? ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് എന്നത് compounds containing carbon and hydrogen. ഇനി ഹൈഡ്രോകാർബൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ വെച്ച് സിമ്പിൾ ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഹൈഡ്രോകാർബൺസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് ആരോമാറ്റിക്. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയിക്കോളൂ. ഹൈഡ്രോകാർബൺസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ആദ്യം നമ്മൾ പറയാം എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആർ ദോസ് which contain only single bonded compounds. അതായത് ഹൈഡ്രോകാർബൺസിൽ സിംഗിൾ ബോൺസ് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. So what is saturated hydrocarbon? Saturated hydrocarbons are the compounds which contain only single bond. Saturated ആണ്, അല്ല അവരിൽ എന്താണ് സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. They can again be classified into two types, that is alkanes. Alkanum ഉണ്ട്, cycloalkanes എന്നും നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനും കൂടെ പറയാം. ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ആൽക്കെയിൻസ് ആൻഡ് സൈക്ലോ ആൽക്കെയിൻ. സോ വി ഷുഡ് നോ വാട്ട് ഇസ് എൻ ആൽക്കെയിൻ. ഒന്നുമില്ല, എന്താണ് ആൽക്കെയിൻ? അപ്പം നമ്മൾ ആദ്യം ആൽക്കെയിൻ എന്താണെന്ന് പറയാം. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ തന്നെയാണ് നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൽക്കെയിൻസ് ആർ ഹൈഡ്രോകാർബൺസ് വിച്ച് ആർ ഹാവിങ് ഓൺലി സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തന്നെയാണ് ആൽക്കെയിൻ. എന്താ പറയുക? സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ തന്നെയാണ് ആൽക്കെയിൻ. സോ ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഇസ് മീൻ ബൈ എ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? എന്നാൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആർ ദോസ് വിച്ച് ആർ ഹാവിങ് ഓൺലി സിംഗിൾ ബോണ്ട്. ആൽക്കെയിൻ എന്ന് ചോദിച്ചാൽ എന്താ? അത് ഹൈഡ്രോകാർബൺസ് വിച്ച് ആർ ഹാവിങ് ഓൺലി സിംഗിൾ ബോണ്ട് ആർ നോൺ ആസ് ആൽക്കെയിൻസ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആൽക്കെയിന്, എങ്ങനെയൊക്കെയാണ് ആൽക്കെയിനെ കാണുക എന്നുള്ളത് നോക്കാം നമുക്കിതാ. നമുക്കറിയാം, എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, കാർബണിന്റെ 4 വാലൻസി, അതായത് 4 വാലൻസി എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അഞ്ചാമതൊരു വാലൻസി കാർബൺ ഇല്ല. സോ നമ്മൾ എപ്പം കാർബണിന്റെ കാര്യം എഴുതുമ്പോൾ കൗണ്ട് ചെയ്ത് നോക്കണം, 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ. ആൽക്കെയിൻ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറാണിതാ, സി. 1 ഹൈഡ്രജൻ ആറ്റം, 1 ഹൈഡ്രോകാർബൺ ആയതുകൊണ്ട് ഇതിൽ വെറും കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. So this is the first member of alkane. This is the first member of alkane. കണ്ടല്ലോ? അപ്പൊ ഇത് ഇവിടെ ഒന്ന് എഴുതിയേക്കാം. നമുക്ക് എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പൊ ഞാൻ ഇവിടെ താഴെ നമ്പർ ഒന്നും എഴുതുന്നില്ലേ. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 1 2 3 4. കണ്ടല്ലോ?
CH4. ഇതിന്റെ പേരുണ്ട് കേട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എടുത്തിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി ഇതിലെ സെക്കൻഡ് കോമ്പൗണ്ട്, ആൽക്കെയിനിലെ സെക്കൻഡ്. അപ്പൊ എത്ര കാർബൺ ഉണ്ടാവും? 2 കാർബൺ ഉണ്ടാവും. ശ്രദ്ധിച്ചേക്ക്, ഇനി ഒരിക്കലും തെറ്റിക്കരുത് എഴുതുമ്പോൾ. അപ്പൊ ഈ കാർബൺ നോക്കുക, ഓൾറെഡി കാർബണിന് ഒരു വാലൻസി പറഞ്ഞാൽ ഒരു ബോണ്ട് ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി എത്ര ഉണ്ട്? 3 എണ്ണം കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു, ഒരിക്കലും ഇത് കുറെ ആൾക്കാർ അറിയില്ല എന്താ എഴുതേണ്ടത്, എങ്ങനെയാ എഴുതേണ്ടത്, ഇതെന്താ കുറെ H ഇടുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാർബൺ എപ്പോഴും 1 2 3 4 ബോണ്ടേ പാടുള്ളൂ. 4 ബോണ്ട്, 5ാമതും പാടില്ല, 3 എണ്ണവും പാടില്ല. നമ്മൾ ഡബിൾ ബോണ്ട് എടുക്കും, പറഞ്ഞു തരാം എങ്ങനെയാ 4 എണ്ണം കറക്റ്റ് ആണ്. അപ്പൊ ഇതാ 4 എണ്ണായ ഒരു ബോണ്ട്, ഇതാ ഒരു ബോണ്ട്, ഒരു ബോണ്ട്, ഒരു ബോണ്ട്. ഇനി ഈ കാർബൺ ഓൾറെഡി അതിന്റെ ഒരു വാലൻസ് ഇതാ, ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇതിനും ഉള്ളതാണല്ലോ, ഒക്കെ നമ്മൾ പറഞ്ഞതാ. അപ്പൊ ഇതിന്റെ ഒരു ബോണ്ട് ഇവിടെ പോയി. ഇനി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 3. 1 2 3. ഇപ്പൊ ടോട്ടൽ 4 ആയില്ലേ? 1 2 3 4. ഇതിനോ 1 2 3 4. കറക്റ്റ് ആയല്ലോ. ഇനി നമ്മൾ ഇതിന് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? C2. കണ്ടല്ലോ, 1 2 3 4 5 6. C2H6. ഈ രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തൊരാൾ എഴുതുകയാണേ. എത്ര കാർബൺ ഉണ്ടാവും? 1 2 3. ഇത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് അറിയാം. ഈ കാർബൺ ഓൾറെഡി 1 വാലൻസി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. അപ്പൊ എത്ര എണ്ണായി? ഓൾ ടുഗെദർ ഈ കാർബൺ 1 2 3 4 4 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ഈ കാർബൺ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പൊ ഇനി എത്ര എണ്ണം കൂടെ പാടുള്ളൂ? 2 എണ്ണം, കാരണം 4 എണ്ണമേ കാർബണിന്റെ വാലൻസി. ഈ കാർബൺ ശ്രദ്ധിച്ചേ, ഓൾറെഡി 1 ഇവിടെ വാലൻസി സാറ്റിസ്ഫൈ. ഇനി എത്ര എണ്ണം ഉണ്ട്? 3. 1 2 3. അപ്പൊ ഓൾ ടുഗെദർ ഇപ്പൊ എത്രയായി? 1 2 3 4. ഈ കാർബണിനോ 1 2 3 4. ഈ കാർബണിനോ 1 2 3 4. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിന്റെ ഒന്ന് എഴുതി നോക്കുക. C3 1 2 3 4 5 6 7 8 H8. കണ്ടോ? ഇതാണ്. ഇപ്പൊ ഇനി ഇങ്ങനെ C4 C5 നമുക്ക് എത്രയും എഴുതാം. കാർബണിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്താണ്? കാറ്റിനേഷൻ. കണ്ടോ? കാർബൺ ക്യാൻ ലിങ്ക്, കണ്ട ലിങ്ക് ചെയ്ത് പോകുന്നതല്ലേ. ഇനി ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഇങ്ങനെ ഇപ്പൊ നിങ്ങളോട് പറയാണ്, റൈറ്റ് ദ 10th സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു 12th സ്ട്രക്ചർ ഓഫ് കാർബൺ എന്നൊക്കെ ചോദിച്ചാൽ ഹൈഡ്രോകാർബണിന്റെ ആൽക്കെയിന്റെ കാർബൺ 12 ഒക്കെ വരയ്ക്കാൻ വരാൻ നമ്മളിങ്ങനെ ഇരുന്ന് വരയ്ക്കണം എന്നില്ല. അതിന് ഈസി ആയിട്ട് നമുക്ക് ഫോർമുല എഴുതാം. ആ ഫോർമുല എഴുതാം. ഇതിനൊരു ജനറൽ ഫോർമുല ഉണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഇവർക്കുള്ള ഒരു ജനറൽ ഫോർമുലയാണ്, അതായത് കാർബണും ഹൈഡ്രജനും നോക്കൂ. ഒരു കാർബൺ ആയപ്പം ഇവിടെ 4 ഹൈഡ്രജൻ വന്നു. 2 കാർബൺ ആയപ്പം ഇവിടെ 6. എന്തോ ഒരു റിലേഷൻ ഉണ്ട്. നോക്കൂ, 4 6 8. കണ്ടോ? ഒരു 2 2ന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ 1 2 3 അല്ലേ? അപ്പൊ ഇവർക്ക് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അത് എങ്ങനെ ഡിറൈവ് ചെയ്തൊന്നും കാണിച്ച് സമയം പോക്കുന്നില്ല. ദേ ഹാവ് ദ ജനറൽ ഫോർമുല CnH2n+2. CnH2n+2. ഒന്നിന് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ CH4, N-ന് 1 കൊടുത്തു നോക്കാം. N = 1. അപ്പൊ C1H. 2 × 1 2, 2 + 2 4. കണ്ട? ഫസ്റ്റ് കോമ്പൗണ്ട് കിട്ടിയല്ലോ. ഇനി സെക്കൻഡ് വൺ, N-ന് 2 കൊടുക്കുക. C2H. 2N അല്ല, അപ്പൊ 2 × 2. N എന്ന് പറയുന്നത് ഈ കാർബണിന്റെ വാല്യൂ ആണല്ലോ. 2 × 2 2 2 4 4 + 2 6. കണ്ടോ? അത് കിട്ടിയത് കണ്ടോ? അപ്പൊ C3 നമ്മൾ ഇന്ന് കാർബൺ N-ന് 3 കൊടുത്തു നോക്കുക. 3. So H 2 × 3 6 6 + 2 8. കണ്ടോ? കിട്ടിയില്ലേ? So alkanes have the general formula of CnH2n+2. അപ്പൊ എന്താണ് ആൽക്കെയിൻ? ഹൈഡ്രോകാർബൺ വിച്ച് ഇസ് ഹാവിംഗ് എ സിംഗിൾ ബോണ്ട്. അതിനാണ് നമ്മൾ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ആൽക്കെയിൻ ഇസ് ഹാവിംഗ് എ ജനറൽ ഫോർമുല ഓഫ് CnH2n+2. സിമ്പിൾ അല്ലേ? N ഉണ്ട്, എല്ലാം 2 ആണ്. CnH2n+2. ഒരിക്കലും കൺഫ്യൂഷൻ ആയത് 2N 2ന്റെ കൂടെയാണ്, എന്നിട്ടാണ്
+2. കാര്യം മനസ്സിലായോ? ഇത്രയാണ് ആൽക്കെയിനിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു സൈക്ലോ ആൽക്കെയിൻസ് ഉണ്ട്. ആൽക്കെയിനിൽ തന്നെ അതിൽ തന്നെ സാച്ചുറേറ്റഡിൽ തന്നെ ഒരു ഗ്രൂപ്പും കൂടെയാണ് നമ്മൾ സൈക്ലോ ആൽക്കെയിൻ. പേരും തന്നെ ക്ലിയർ ആ, സൈക്കിൾ ആയിട്ടുള്ള ആൽക്കെയിൻ, അതായത് റിംഗ് സ്ട്രക്ചർ ഉള്ള ആൽക്കെയിൻ, സൈക്ലിക്. അപ്പം അതൊന്ന് നോക്കി എന്താ ഇത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തരുന്നതാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ടെക്സ്റ്റിലെല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഓർഡർ ആക്കി പറഞ്ഞതേ ഉള്ളൂ. സൈക്ലോ ആൽക്കെയിനിൽ എന്തായിരിക്കും? ആൽക്കെയിൻസ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. ആൽക്കെയിൻസ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. അവിടെയും എന്തേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അവിടെയും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാ കാർബണിന്റെ വാലൻസി എഴുതാൻ നോക്കുക? ഈ കാർബൺ എടുക്കൂ. എത്ര വാലൻസി സാറ്റിസ്ഫൈ ചെയ്തതാ? 1, 2. ഇനി എത്ര വാലൻസിയുടെ സാറ്റിസ്ഫൈ ചെയ്യാം? 3, 4. കണ്ടോ? ഇനി ഈ കാർബൺ നോക്കൂ, എത്ര എണ്ണം ഉണ്ട്? 1, 2. എത്ര എണ്ണം കൂടെ സാറ്റിസ്ഫൈ ചെയ്യാം? 3, 4. ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് വെറും കാർബണും ഹൈഡ്രോജനേ ഉണ്ടാവുള്ളൂ. ഈ കാർബൺ നോക്കി, 1, 2, 3, 4. ഈ കാർബൺ നോക്കൂ, 1, 2, 3, 4. മനസ്സിലായല്ലോ? ഇനി ഈ കാർബൺ നോക്കൂ, 1, 2, 3, 4. ഇങ്ങനെ എഴുതരുത്, കാർബണിലേക്കാണ് ബോണ്ടിങ് വേണ്ടത്. കണ്ടോ? ഇനി ഈ കാർബണിന് ഒരു ബോണ്ടിങ്, ഈ കാർബണിന്. കണ്ടോ? ഇത് എത്ര കാർബണിലുള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട്? 1, 2, 3, 4, 5, 6. 6 കാർബണുള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ടാണ്. ഇതിനൊക്കെ പേര് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, സിമ്പിൾ ആണ്. ഇനി ഇതൊന്ന് നോക്കിക്കേ, 3 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാ. ഇനിയിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം 4 വാലൻസിയാണ് വേണ്ടത്. അപ്പൊ ഇതാ കണ്ടോ? അപ്പൊ ഇതാണ് സൈക്ലോ ആൽക്കെയിൻ. സോ വാട്ട് ഇസ് മെന്റ് ബൈ സൈക്ലോ ആൽക്കെയിൻ? That is alkane, that is single bonded hydrocarbon which are having a ring structure. പ്രത്യേകം പറയണം, കാരണം അതിൽ ഒരു പേര് മാറി, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് മാറി, റിങ് മാറിയ ഡെഫിനിഷൻ മാറി. സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺ വിത്ത് റിംഗ് സ്ട്രക്ചർ. മറ്റേത് എന്തായിരുന്നു? ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺ, ഇറ്റ് ക്യാൻ ബി എ സ്ട്രേറ്റ് ചെയിൻ. അത് നമ്മൾ ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പം വാട്ട് ഇസ് എൻ ആൽക്കെയിൻ? എ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസ് ആർ നോൺ ആസ് ആൽക്കെയിൻസ്. സൈക്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് എ റിംഗ് സ്ട്രക്ചർ. മനസ്സിലായല്ലോ? സിമ്പിൾ. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ഹൈഡ്രോകാർബൺസിന് 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. എന്താണ് ഇനി? അൺസാച്ചുറേറ്റഡ്. അപ്പൊ എന്താ നോക്കുക? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വേണം അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഫസ്റ്റ് ഒരൊറ്റ കാർബൺ വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ ഡബിൾ ബോണ്ട് ഇല്ലല്ലോ. അപ്പൊ നമ്മളിതാ ഫസ്റ്റ് 2 കാർബൺ ആറ്റം. ആ 2 കാർബൺ ആറ്റത്തിന് എന്താ സ്പെഷ്യാലിറ്റി? ഡബിൾ ബോണ്ട് ഉണ്ട്. അതാണ് ആൽക്കീനിലെ ഫസ്റ്റ് മെമ്പർ. ദാറ്റ് ഇസ് 2 ഡബിൾ ബോണ്ട്. 2 ഡബിൾ ബോണ്ട് ഇല്ല, ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റം. ഇനി ഈ കാർബൺ ആറ്റത്തിന് എത്ര വാലൻസി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു? 1, 2 അല്ലെ? ഇനി എത്ര ബാക്കിയുണ്ട്? 1, 2. ഈ കാർബണോ? 1, 2. അപ്പൊ എത്ര എണ്ണം ഇനി ബാക്കിയുണ്ട്? 1, 2. ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതേ. C1, 2. എത്ര എണ്ണം ഉണ്ട്? C2, H, 1, 2, 3, 4. C2H4. കണ്ടല്ലോ? അടുത്തത് എത്ര കാർബൺ ആറ്റം ഉണ്ടാവണം? 3 എണ്ണം. എന്തുകൊണ്ടാണ് ഫസ്റ്റില് നമ്മൾ ഒറ്റ കാർബൺ വെച്ചിട്ട് കാണിക്കാഞ്ഞ്? ഒരിക്കലും കാർബൺ ഒരു ട്രിപ്പിൾ ബോണ്ട് വെച്ച് ഹൈഡ്രജനെ ഫോം ചെയ്യില്ല. എന്തുകൊണ്ടാണ് കാർബൺ ഒരു ട്രിപ്പിൾ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് കാർബൺ ട്രിപ്പിൾ ബോണ്ട് വെച്ച് ഹൈഡ്രജനെ ഫോം ചെയ്തിട്ടാണ്? വെറുതെ എന്ന് ചോദിക്കാമല്ലോ അല്ലേ? ഒരിക്കലും വരില്ല. കാർബൺ ഹൈഡ്രജൻ എത്രയേ ബാലൻസ് ഉള്ളൂ? ഒറ്റ ഒരു ഇലക്ട്രോണെ ഇതിനോട് ഷെയർ ചെയ്യാനുള്ളൂ. നമുക്കറിയാലോ ഹൈഡ്രജൻ 1H1 ആണ്. നമുക്ക് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരും. എന്താ സീന് H ആയിട്ട് ട്രിപ്പിൾ ബോണ്ട്? സീന് ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈഡ്രജന്റെ കയ്യിൽ ഒറ്റ ഇലക്ട്രോണേ കയ്യിലുള്ളൂ. അപ്പൊ അല്ലാതെ 3 എണ്ണത്തിന് എവിടെ നിന്ന് കിട്ടാനുണ്ടാവും? അപ്പൊ ഈ 3 ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് കാർബണും ഹൈഡ്രജനും ഒരിക്കലും ട്രിപ്പിൾ ബോണ്ട് ഒക്കെ നമ്മുടെ മനസ്സിൽ വരും ക്വസ്റ്റ്യൻ. നമ്മൾ അത്ര ചിന്തിക്കില്ല. അപ്പൊ നമ്മൾ എന്താ കാർബണിന് ട്രിപ്പിൾ ബോണ്ട് ഇല്ല. അപ്പൊ കാർബണിലെ ഈ ആൽക്കീനിലെ ഫസ്റ്റ് മെമ്പർ 2 കാർബൺ ആറ്റം ഉള്ളതാണ്. കാരണം ഒരു കാർബൺ ആറ്റത്തിന് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 കാർബൺ ഉള്ളതാണ് ഫസ്റ്റ് ഈ ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രോകാർബണിലെ ഡബിൾ ബോണ്ടിൽ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 3 കാർബൺ ആറ്റം വരുന്നത്.
ഒരു ഡബിൾ ബോണ്ട് വന്നു. നമ്മൾ ആദ്യം സിംഗിൾ ഡബിൾ ബോണ്ടഡ് ഉള്ളത് പറയുകയാണെ. ഇതാ 1 2 3 4. ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ച്, ഒരു വാലൻസി 2 3 മൂന്നെണ്ണം കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്രയേ പറ്റുള്ളൂ? ഒരു ഹൈഡ്രജൻ ആറ്റം കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഇത് എഴുതുമ്പോൾ. ഇവിടെ ഓൾറെഡി 1 പോയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1 2 3. കണ്ടല്ലോ. അപ്പം നമ്മളങ്ങ് എഴുതിയേക്ക എന്താണ്? 1 1 2 3 C3 H 1 2 3 4 5 6 H6. അടുത്തത് ഇനി ഒരു 3 കാർബൺ ആറ്റം ഉള്ളത്. 4 കാർബൺ ആറ്റം, അതിൽ ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ എന്തായി? 1 ഓൾറെഡി 1 ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇവിടെ 3. ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 2 സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് 3 4. ഇവിടെ 1 2 3 സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ഇവിടെ ഒരൊറ്റ ആളിവിടെ മതി. ഇവിടെ 1 2. അപ്പം അടുത്ത എന്താ? 3 4. ഇതൊക്കെ വെറുതെ നോക്കിയിരുന്നൊന്നും മനസ്സിലാവില്ല, കാണുന്നതിനോടൊപ്പം ഒന്ന് എഴുതി നോക്കുക. 1 2 3 4. കണ്ടോ? C4. ഇനി ഇതിനെ നോക്കിയൊക്കെ 1 2 3 4 5 6 7 8. അപ്പൊ ഇനി ഇവിടെ നോക്കി നോക്കുക എന്താണ്? 2 3 4 4 6 8. അപ്പൊ ഇവിടെ 1 നേരത്തെ പോലെ തന്നെ 1 1 ഡിഫറൻസ്. പക്ഷെ നോക്കൂ, ഇവിടെയും എന്താ? 4 + 2 6 6 + 2 8. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ജനറൽ ഫോർമുല ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കാം നേരത്തെ പോലെ തന്നെയല്ലേ, എന്താ നമുക്ക് CnH2n+. എന്നാൽ നമ്മൾ CnH2n+2 ഒന്ന് കൊടുത്തു നോക്കുക, നടക്കൂ എന്നുള്ളത്. ദാ C2 H 2 × 2 4 4 + 2 6. നമ്മുടെ C2 വരുന്നത് H4 അല്ലേ, H6 അല്ലല്ലോ. അപ്പൊ ആ ഫോർമുല ആർക്കേ പറ്റുള്ളൂ? നമ്മുടെ ആൽക്കെയിനെ പറ്റുള്ളൂ. അപ്പൊ ഡബിൾ ബോണ്ടിന് വരുന്ന ജനറൽ ഇത് ഭയങ്കര സിമ്പിൾ ആലോചിക്കാം. കണ്ടോ? 3 6 2 4 4 8. എന്താണ്? ഇതിന്റെ ട്വൈസ് ആണ് ഇത് അല്ലേ. അപ്പൊ എന്തായിരിക്കും ജനറൽ ഫോർമുല? CnH2n. കണ്ടോ? ആൽക്കീന്റെ ജനറൽ ഫോർമുല CnH2n ആണ്. ആൽക്കെയിൻ ഫസ്റ്റത്തെ ആൾക്കാർക്ക് എപ്പോഴും, ഫസ്റ്റത്തെ ആൾക്കാർ കുറച്ച് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സ്പെഷ്യൽ ആണല്ലോ. അങ്ങനെ സ്പെഷ്യൽ ഒന്നും അല്ലെങ്കിൽ ആ സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? CnH2n+2. അപ്പൊ ഫസ്റ്റ് ആൽക്കെയിനിന് ഒരു +2 കൂടുതലായിരിക്കും. നടുക്കുണ്ടാണ് CnH2n, അതായത് അവർക്ക് പ്ലസും മൈനസും ഒന്നുമില്ല. അപ്പൊ ഇതാണ് ആൽക്കെയിന്റെ ജനറൽ ഫോർമുല. ഇനി ഇവിടെ കൊടുത്തു നോക്കുക C4. ഒന്ന് 4 കൊടുത്തു നോക്കുക. N4 ആകുമ്പോൾ H എന്താണ്? H8. ക്ലിയർ അല്ലേ? അപ്പം ആൽക്കെയിൻ പഠിച്ചു, ആൽക്കീൻ പഠിച്ചു, സൈക്ലോ ആൽക്കെയിൻ പഠിച്ചു. ഇനി ഏത് അൺസാച്ചുറേറ്റഡിൽ പഠിക്കാനുള്ളത്? ആൽക്കൈൻ. ദാറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ് alkynes. That is unsaturated hydrocarbon with triple bond are known as alkynes. അപ്പം നമ്മൾ അതിന്റെ ഫസ്റ്റ് എഴുതി നോക്കാം. ഇവിടെയും നമുക്ക് കാർബണും ഹൈഡ്രജനും വെച്ച് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും ഒരു കാർബൺ അല്ല, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഇല്ല. സോ എത്ര കാർബൺ ഉണ്ടാവും? 2 കാർബൺ. ദാ ട്രിപ്പിൾ ബോണ്ട് 1 2 3. അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? സാറ്റിസ്ഫൈ ചെയ്ത് 1 2 3. അപ്പൊ ഇയാൾക്ക് ഒന്നുകൂടെ ഉള്ളൂ ഹൈഡ്രജൻ. ഇയാള് 1 2 3 കാർബണില്. അപ്പൊ ഇനി എത്ര ഒന്ന് ബാക്കിയുള്ളൂ? അവിടെ ഹൈഡ്രജൻ. നമുക്ക് എഴുതാം C2H2. അടുത്തത് സെക്കൻഡ് 1 2 3. ട്രിപ്പിൾ ബോണ്ട് ഇട്ടു. ഇയാൾക്ക് ഒന്നേ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ 3 എണ്ണം കിട്ടും. ഇവിടെ 1 2 3 4 ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ 1 2 3. കണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ ഇല്ലാത്തത്? ഓൾറെഡി ഈ കാർബൺ 1 2 3 3 ഇലക്ട്രോൺ ഈ കാർബണായിട്ട് ഷെയർ ചെയ്തു, 1 ഇലക്ട്രോൺ ഈ കാർബണായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ അതിന് ഹൈഡ്രജൻ ഇല്ല. സോ വാട്ട് ഇസ് ദ ഫോർമുല? C3 1 2 3 4 H4. അടുത്തത് 4 കാർബൺ ആറ്റം. ട്രിപ്പിൾ ബോണ്ട് ഇട്ടു. ഇയാൾക്ക് ഒരു സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 3 എണ്ണം വേണം. 4 എണ്ണമായി. ഈ കാർബണിന് 2 എണ്ണം ഉണ്ട്. അപ്പം നമ്മൾ 2 ഹൈഡ്രജന് കൊടുത്തു. ഈ കാർബൺ 1 2 3 4 അയാളുടെ ബാലൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ഇയാൾക്കോ 1 2 3 ആണ് സാറ്റിസ്ഫൈഡ്. അപ്പം 4th 1.
അപ്പോൾ ഇതിൻ്റെ എന്താണ് സ്ട്രക്ചർ ഫോർമുല 1 2 3 4 C4 1 2 3 4 5 6 H6. ഇനി ഇവർക്കൊരു ജനറൽ ഫോർമുല വേണ്ടേ അല്ലേ? ഇതൊരു പ്രത്യേക തരമാണ് കാണുന്നത്. നേരത്തേക്ക് എന്തൊക്കെയോ റിലേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് C2H2 C3H4 C4H6. അപ്പോൾ ഇവർക്കുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2. അപ്പോൾ പ്ലസ് പറഞ്ഞു, പിന്നെ ഒന്നും ഇല്ലാത്ത ആളെ പറഞ്ഞു -2. CnH2n-2. നമുക്കൊന്ന് വെറുതെ എഴുതി നോക്കാം. 2 കൊടുത്തു നോക്കൂ. C2H 2 × 2 - 2. 2 × 2 4. എപ്പോഴും അറിയാലോ, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണേ സബ്ട്രാക്ട് ചെയ്യാൻ. 2 × 2 4 4 - 2 4 - 2 എന്താ 2. അടുത്തത് 4 കൊടുത്തു നോക്കുക. CnH എന്തായിരുന്നു? CnH2n-2 അല്ലായിരുന്നു. അപ്പോൾ C-2 താഴെയായിട്ട് ഒരിക്കലും മുകളിലൊന്നും കയറി എഴുതി വെക്കരുത്. ഇത് താഴെയുള്ളത് ഹൈഡ്രജന്റെ താഴെ. C4H 2 × 4 8. 8 - 2 എത്രയാണ്? 6 ആണ്. എല്ലാവർക്കും അറിയാലോ അല്ലെ? H6 കണ്ടോ? അപ്പൊ നമ്മൾ 3 ആൾക്കാരുടെ ജനറൽ ഫോർമുല പഠിച്ചല്ലോ. ഏതിൻ്റെയൊക്കെ? ആൽക്കേനിന്റെ, ആൽക്കീനിന്റെ, ആൽക്കൈനിന്റെ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സാച്ചുറേറ്റഡിലാണെങ്കിൽ അതിന് ആൽക്കെയിൻ എന്ന് പറയും. അൺസാച്ചുറേറ്റഡിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ എന്ന് പറയും. അൺസാച്ചുറേറ്റഡിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രിപ്പിൾ ബോണ്ടാണ് ആൽക്കൈൻ. എയിന് ഈന് ഐന്, അതായത് ഇതിൻ്റെ കൂടെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇത് സിംഗിൾ ബോണ്ടഡ് ആണ്. ആൽക്കീൻ ഡബിൾ ബോണ്ടഡ് ആണ്. ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. ഇതിന്റെ ഫോർമുല ആയിരുന്നു CnH2n+2. ഇത് എളുപ്പല്ലേ പഠിക്കാൻ? CnH2n, CnH2n-2. കണ്ടോ? ഫസ്റ്റ് താൾക്കൊരു പ്ലസ് ചാർജ് കൂടുതൽ, അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ആയാൽ മാത്രമല്ല അയാൾ ഫസ്റ്റ് ആവുള്ളൂ. അപ്പൊ ആൽക്കെയിനിന് +2. അടുക്കത്താക്ക് ഒന്നുമില്ല. ഏറ്റവും താഴേക്ക് പോകുന്ന ആൾക്കാർക്ക് മാർക്ക് കുറഞ്ഞാണല്ലോ വരിക. അപ്പം മൈനസ്. അപ്പൊ CnH2n-2 അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ച് പഠിക്കൂ. അതായത് ഏറ്റവും ഫസ്റ്റത്തെ ആൾക്കാർക്ക് കുറച്ച് മാർക്ക് കൂടുതൽ, അതുകൊണ്ട് പ്ലസ് പോസിറ്റീവ് +2. ബാക്കി നിങ്ങൾക്കറിയാം CnH2n ആണ് എല്ലാവർക്കും. അതിലിവിടെ +2 കൊടുക്കണം, ഒന്നും കൊടുക്കാതിരിക്കണം, -2 കൊടുക്കണം എന്ന് ആലോചിച്ചാൽ മതി. +2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളായിട്ട് സിംഗിൾ ബോണ്ട്. ആൽക്കെയിനിന് ഡബിൾ ബോണ്ടിന് 2n ആണ്. ഒന്നുമില്ല, +ഉം ഇല്ല മൈനസും ഇല്ല. ആൽക്കൈനിന് CnH2n-2. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും പഠിച്ചു. ഇനി ഒരാളും കൂടെ നമ്മൾ പറഞ്ഞു, ഹൈഡ്രോകാർബൺ can be broadly classified into saturated, unsaturated and aromatic. എന്താണ് aromatic? അരോമ മീൻസ് സ്മെല്ലിംഗ് അല്ലേ? ഈ കോമ്പൗണ്ട്സിന് യൂഷ്വലി നല്ല സ്മെൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അരോമാറ്റിക് എന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് an aromatic compound? Aromatic compounds are unsaturated. ഇതൊരു unsaturated compound having single and double alternate bonding. ഇതിൽ എന്തായിരിക്കും? They will be having a ring structure. Important ആയി ശ്രദ്ധിക്കേണ്ട, they will be having a ring structure in which alternate single and double bond will be there. Alternate ആയ സിംഗിളും ഡബിളും ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ aromatic compounds എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ഹാവ് 1 or more than 1 ring. ഈ aromatic compoundsൽ ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ സൈക്ലോ ആൽക്കൈൻ എഴുതിയപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഇതെല്ലാം എഴുതിയത് സൈക്ലോ ആൽക്കൈൻ ആണ്. ഇത് സൈക്ലോ അല്ല, ഇതെന്താണ്? ആരോമാറ്റിക്. ഇത് ശ്രദ്ധിച്ച്, 6 കാർബൺ ആറ്റം, ഓൾട്ടർനേറ്റ് സിംഗിൾ, ഒരു ഡബിൾ ഒരു സിംഗിൾ, ഒരു ഡബിൾ ഒരു സിംഗിൾ, ഒരു ഡബിൾ ഒരു സിംഗിൾ. അപ്പൊ ഇതിന്റെ എങ്ങനെ നമ്മൾ ഇതിന് ഹൈഡ്രജൻ ഒന്ന് എഴുതി നോക്കുക. ഈ കാർബൺ എത്ര വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു? 1 2 3. ഈ ഡബിൾ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെയാണല്ലോ. അപ്പൊ എന്തായി? 3 എണ്ണം, ബാക്കി 1. ഇവിടെയോ 1 2 3. ബാക്കി 1 1 2 3. ഇതിനും 1 2 3. എല്ലാത്തിനും 3 ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് ഒറ്റ. അപ്പൊ സോ വാട്ട് ഇസ് an aromatic compound? An aromatic compound is a cyclic compound with alternate single and double bond. Alternate single and double bond. ഇതാണ് aromatic hydrocarbon. അപ്പോൾ നമ്മൾ ഹൈഡ്രോകാർബണിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ഹൈഡ്രോകാർബൺ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? അതായത് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് പിന്നെ എന്ത് പറഞ്ഞു? അരോമാറ്റിക്. സാച്ചുറേറ്റഡ് എന്താ പറഞ്ഞു? അൺസാച്ചുറേറ്റഡ് എന്താ പറഞ്ഞു? അരോമാറ്റിക് എന്താ പറഞ്ഞു? സിമ്പിൾ. ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് എന്തായിരുന്നു?
ബേസ്ഡ് അപ്പോൺ ദ അതായത് ഡബിൾ ആണോ സിംഗിൾ ആണോ ബോണ്ടിനെ ബേസ് ചെയ്ത് വെച്ചിട്ട്. ഇനി ഹൈഡ്രോകാർബൺസിന് ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് അപ്പോൺ ദ സ്ട്രക്ചർ. Based upon the structure, the hydrocarbon can be classified into first one, straight chain. എന്താണ് straight chain compounds. അവരെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്. അടുത്തത് ബ്രാഞ്ച്ഡ് ചെയിൻ കോമ്പൗണ്ട്സ്. ഇതിൽ ആൽക്കീനും ആൽക്കൈൻസ് ഒക്കെ വരും. ആൻഡ് തേർഡ് വൺ ഇസ് സൈക്ലിക് കോമ്പൗണ്ട്സ്. സൈക്ലിക് കോമ്പൗണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. And the fourth one is aromatic. അപ്പോൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുമ്പോഴും we can classify the hydrocarbons into straight chain, branch chain, cyclic compounds and aromatic compounds. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാൻ നമ്മൾ. എന്താണ് സ്ട്രേറ്റ് ചെയിൻ? ആ പേര് നിന്ന് ക്ലിയർ ആണ്. The hydrocarbon which are arranged in the straight chain. അവിടെ ഒരു ബ്രാഞ്ചും ഉണ്ടാവില്ല. സി ബ്രാഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കാർബണായിട്ട് കേട്ടോ. ഇതൊക്കെ കാർബണിൻ്റെ ബോൺസ് ആണ് കേട്ടോ. ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും വാലൻസി എണ്ണി പറയാത്തത് എന്തുകൊണ്ടാണ് പറയാത്തത്? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മുന്നത്തിൽ നന്നായി പറഞ്ഞു തന്നില്ലേ 4 വാലൻസി എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ട ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. ഇനി ഇവിടെ വീണ്ടും ഈ ഹൈഡ്രജന് പകരം ഇവിടെയുള്ള ഈ കാർബണിൽ വീണ്ടും നമുക്ക് എന്ത് പോവാം? കാർബൺ ഇങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, ഇങ്ങനെയുള്ള ഹൈഡ്രോകാർബൺസ് നമ്മൾ എന്ത് പറയും? സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്സ്. ഇനി ഇതിൽ തന്നെ നമുക്ക് എന്തും വരാം. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട്സും വരാം. ഇവിടെ നമ്മളൊരു ഡബിൾ ബോണ്ട് കൊടുത്തേക്കുക. ഇതെന്താ? ഇതും സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്സ് ആയ ആൽക്കീനാണ്. 1 2 3 4. എപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ആ 4 എണ്ണം ഒന്ന് കൗണ്ട് ചെയ്തേക്കും. നമ്മളൊന്ന് തെറു ആവുന്നവരെ എപ്പോഴും ഒന്ന് കൗണ്ട് ചെയ്തേക്കാം. കണ്ട ഇതെന്താ? സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കീനാണ്. ചിലപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരാം. അപ്പോൾ കണ്ട ഇതും സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഇനി വേണോ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സും ഉണ്ടാവും സ്ട്രെയിറ്റ് ചെയിനിൽ. കണ്ട സ്ട്രെയിറ്റ് ചെയിനിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്രാഞ്ചും ഉണ്ടാവില്ല. എന്താ? ആ കാർബണിന്റെ ചെയിൻ ഇങ്ങനെ സ്ട്രെയിറ്റ് കാർബണിന്റെ ചെയിനാണ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്സ്. അപ്പൊ എന്താ? ബ്രാഞ്ചസ് ഉണ്ടാവും. അത്ര തന്നെ. സ്ട്രെയിറ്റ് ചെയിൻ്റെ കൂടെ എന്തും ഉണ്ടാവും? ബ്രാഞ്ചസ്. 1 2 3 4. ഇവിടെ 1 2 3. സോ ഇവിടെ ഒരു 4. ഇവിടെ 1 2. ഇവിടെ 1. ഇനി ഞാൻ സ്പീഡിൽ എഴുതുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളിപ്പോൾ തറുവായി എവിടെയൊക്കെ കൊടുക്കണമെന്നുള്ളത് അല്ലേ? കണ്ട ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ ആണോ? അല്ല. ഈ ചെയിൻ്റെ മുകളിൽ ആ ബ്രാഞ്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കണം. ഇനി ഇവിടെയും ചിലപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടാവും. കണ്ടോ? കാർബണിൻ്റെ ഒരു പവറാണ് ഇത് കാണിക്കുന്നത്. കാർബൺ ക്യാൻ ഫോം ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്. കണ്ട ഇവിടെ കണ്ട 1 2 3 4. എപ്പോഴും ഒന്ന് എണ്ണി നോക്കിയിരിക്കണം. കണ്ട കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ അല്ല, ഇറ്റ് ഇസ് ഹാവിങ് ബ്രാഞ്ചസ്. നിങ്ങളോട് ചോദിക്കുക എക്സാമ്പിൾ വെച്ചിട്ട് റൈറ്റ് എ ബ്രാഞ്ച് സ്ട്രക്ചർ ഫോർ എ ഹൈഡ്രോകാർബൺ തന്നെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് കാർബണിൻ്റെ വാലൻസി കൗണ്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. ഇനി ഇതിൽ വേണോ ഡബിൾ ബോണ്ട് ഉണ്ടാകും. ചിലപ്പം ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. കണ്ടോ? ചിലപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. കോമ്പൗണ്ട് ആൽക്കീൻ ആവാം, ആൽക്കൈൻ ആവാം. സ്ട്രെയിറ്റ് ചെയിനും ബ്രാഞ്ചസിലും ഒക്കെ എന്തുണ്ടാവാം? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ. സോ ഹൈഡ്രോകാർബണിന്റെ സ്ട്രെയിറ്റ് ചെയിൻ പറഞ്ഞു, ബ്രാഞ്ച് ചെയിൻ പറഞ്ഞു. ദെൻ സൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ സൈക്ലോ ആൽക്കീൻസ് പറഞ്ഞു. അത് തന്നെയാണ് സൈക്ലിക് കോമ്പൗണ്ട്സ്. അതിൽ വ്യത്യാസം എന്താ വെച്ചാൽ സൈക്ലിക് കോമ്പൗണ്ട്സിൽ ചിലപ്പം ഡബിൾ ബോണ്ട് വരാം. സൈക്ലിക് കോമ്പൗണ്ട്സ് കണ്ടോ? 1 2 3. അപ്പോൾ ഇവിടെ ഒന്നേ പറ്റുള്ളൂ. ഇവിടെ 2 എണ്ണം. ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട്. ഇവിടെ ഇത് ആരോമാറ്റിക് ആണോ? അല്ല. ആരോമാറ്റിക്കും സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ അറിയില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ്? ആരോമാറ്റിക് കോമ്പൗണ്ടിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ഡബിൾ മാത്രമേ പാടുള്ളൂ. ഇവിടെ ഓൾട്ടർനേറ്റ് ഒന്നുമില്ല. ഇവിടെ സിംഗിൾ. അപ്പോൾ ഇതെന്തായി? സൈക്ലിക് കോമ്പൗണ്ട്. ഒരിക്കലും കണ്ടു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്ലിക് കോമ്പൗണ്ട് ആൻഡ് aromatic compound വെച്ച് ഈസി ആയിട്ട് പറയണം. A cyclic compound is having a ring structure in which hydrocarbons are arranged in the form of a ring structure. It can have a single or double bond. But in aromatic compounds are cyclic compounds having alternate
സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് അതെന്നെ നമുക്ക് കാണിക്കാതാ. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിംഗിളും ഡബിളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെന്ത് പറയുള്ളൂ. ഡബിൾ ഇട്ട് ഒന്ന് കഴിഞ്ഞു സിംഗിൾ, പിന്നെ ഒരു ഡബിൾ, ഒരു സിംഗിൾ, ഒരു ഡബിൾ, ഒരു സിംഗിൾ. ഇതെന്ത് കോമ്പൗണ്ട് ആണ്? This is an aromatic compound. So based upon the structure, the hydrocarbon can be classified into straight chain, branch chain, cyclic and aromatic. Cyclic compounds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം they are having a ring structure of an alkane or alkene or alkyne. പിന്നെ aromatically എന്താ they are having an alternate single or double bond. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോമൻക്ലേച്ചർ. ഇത് പഠിച്ചാലേ നമുക്ക് എന്നും പറയുന്ന പോലെ നല്ലട്ടാ, ഇത് പഠിച്ചാലേ ഉള്ളൂ 11th-ലും 12th-ലും ഓർഗാനിക്കിൻ്റെ ഒരു ഏരിയ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നന്നായി പഠിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തരിക, നന്നായി പഠിക്കുക. എന്നിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇല്ലെങ്കിലില്ലേ ആ ടെക്സ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല, എല്ലാം കൂടെ അത് മിക്സ്ഡാണ്. പക്ഷേ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു നോക്കും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഈ ഒരു ടോപ്പിക്. അപ്പോൾ എന്നും പറയുന്നത് എന്താ, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.